വാട്സപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ടെലഗ്രാം. ഈ ടെലഗ്രാമിൽ വാട്സപ്പിലില്ലാത്ത 3 ഫീച്ചറുകൾ, അധികാരം അറിയാത്ത അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഉപയോഗിക്കാത്ത വാട്സപ്പിലില്ലാത്ത 3 ഫീച്ചറുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. ടെലഗ്രാം ഉപയോഗിക്കുന്നവർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമുക്ക് ടെലഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം. ടെലഗ്രാം ഓപ്പൺ ചെയ്ത് ഞാനൊരു ചാറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ചാറ്റ് എടുത്തതാണ്. ഇങ്ങനെ ചാറ്റ് ചെയ്യുന്ന നേരം നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് സെൻഡ് ചെയ്ത മെസ്സേജ് അത് നമുക്ക് എഡിറ്റ് ചെയ്ത് വിടാൻ കഴിയും. അതായത് അയച്ച മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ എഴുതിയ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് രണ്ടാമത് എഡിറ്റ് ചെയ്യാം. അതെങ്ങനെ? അയച്ച മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താണോ എഴുതേണ്ടത് അത് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം വിട്ട ഹായ് അത് എഡിറ്റ് ചെയ്ത് ഹായ് ഹൗ ആർ യു എന്നാക്കി. എന്നിട്ട് അത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്ത് എങ്ങനെയാണോ അതുപോലെ സെൻഡ് ആവുകയും ചെയ്യും. അത് ആർക്കാണോ റിസീവ് ആയത് അവർക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത രീതിയിൽ പോവുകയും ചെയ്യും. പിന്നെയുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ എഡിറ്റഡ് എന്ന് മെസ്സേജ് നമുക്ക് കാണിക്കും കേട്ടോ. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് കുറേ എഴുതുന്നേരം അതിൽ ചില വാക്കുകൾ ഹൈഡ് ചെയ്യണം. അതായത് ചില വാക്കുകൾ രഹസ്യമായിട്ട് അയക്കണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. ഇപ്പോൾ 2-3 വാക്കുകൾ ഞാൻ എഴുതി. ഇതിൽ ഒരു വാക്ക് എനിക്ക് ഹൈഡ് ചെയ്യണം. എന്ത് ചെയ്യുക? ഏത് വാക്കാണോ ഹൈഡ് ചെയ്യേണ്ടത് ആ വാക്കുമ്പിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ കുറേ ഓപ്ഷൻസ് വരും. അതിൻ്റെ കൂട്ടത്തിലുള്ള 3 കുത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ സ്പോയിലർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ മെസ്സേജ് ഹൈഡായി. അതെന്താണെന്ന് മനസ്സിലാക്കാനാകില്ല. ഇനി നമ്മളത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഉണ്ടാവില്ല, ഒരു ബ്ലറായിട്ട് എന്തോ ഒരു സംഭവമായിട്ടാണ് പോവുക. ഇനി ഇത് കിട്ടുന്നാക്കി ഇത് വായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ മെസ്സേജിൽ ഒന്ന് ടച്ച് ചെയ്താൽ അത് നമ്മൾ എഴുതിയ മെസ്സേജായി സംഭവം തിരിഞ്ഞിക്കുക. അതും അടിപൊളി ഫീച്ചറല്ലേ. ഇനി നമുക്കൊരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യണം. വാട്സപ്പിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് മെസ്സേജ് ഷെഡ്യൂൾ ചെയ്യുക. അതിന് നമ്മൾ വാട്സപ്പിൽ പല ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഡയറക്റ്റ് ഇതിൽ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്തേക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പം എഴുതുന്ന ടെക്സ്റ്റ് എന്തായാലും എന്ത് മെസ്സേജ് ആയാലും അത് സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സെൻഡ് ചെയ്യാനുള്ള ആ കൊക്ക ബട്ടൺ അല്ലേ, ഏറോ മാർക്ക്, അതിലൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ഷെഡ്യൂൾ മെസ്സേജ് എന്നുണ്ടാവും. ആ ഷെഡ്യൂൾ മെസ്സേജ് എടുത്തിട്ട് ഏത് ടൈമിൽ ഏത് ദിവസം ഏത് ടൈമിലാണോ നമുക്ക് വേണ്ടത് ആ ടൈമും ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് ആ ടൈമിൽ അത് പോയിക്കോളും. അപ്പം നാളെ ഒരു ബർത്ത്ഡേ വിഷ് അയക്കണം, അല്ലെങ്കിൽ ന്യൂ ഇയർ ആശംസ അയക്കണം. കറക്റ്റ് 12 മണിക്ക് മെസ്സേജ് പോകണം, നമുക്ക് ഉറങ്ങണം, ആ ടൈമിൽ നമുക്ക് ഉണർന്നിരിക്കാനാകില്ല. അങ്ങനത്തെ ടൈമിലൊക്കെ നമുക്ക് ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് മെസ്സേജ് അയക്കാം. സംഭവം അങ്ങനെ അടിപൊളിയല്ലേ? അപ്പം വാട്സപ്പിലില്ലാത്ത എന്നാലും ടെലഗ്രാമിലുള്ള ഈ 3 ഫീച്ചറുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുമെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.